വിനിഷ, ഇപ്പോൾ മലയാളിയെ സംബന്ധിച്ച് ഈ പാതിവില തട്ടിപ്പിന്റെ വാർത്തയില്ലാത്തൊരു ദിവസമില്ല. മലയാളിക്ക് എന്ത് ആഘോഷം എന്ന് ചോദിച്ച പോലെയാണ്. ഓരോ ദിവസവും കൂടുതൽ പരാതികൾ, കൂടുതൽ കേസുകൾ. തിരുവനന്തപുരത്ത് വർക്കലയിലാണ് കൂടുതൽ പരാതികൾ വരുന്നത്. വർക്കല, മംഗലപുരം സ്റ്റേഷനുകളിൽ, തൊട്ടടുത്ത സ്റ്റേഷനുകളാണ്. മംഗലപുരത്തെ 96 പരാതികളിലും വർക്കലയിലെ 32 പരാതികളിലും പോലീസ് കേസെടുത്തു. ഒന്നും രണ്ടുമല്ല. അതെ, അത് വർക്കലയിൽ മാത്രം നിൽക്കുന്നതുമല്ല, തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിലുടനീളം ഓരോ ജില്ലകളിലും നിരവധി പരാതികളാണ് കേസെടുത്തത്. കേരളം ഞെട്ടുന്ന ഒരു കണക്കാണ് ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോടികളുടെ കണക്കായിട്ട്. പ്രതി പറയുന്നത് രസകരമാണ്. കോടതിയിൽ ഇതൊക്കെ വളരെ സിമ്പിൾ കേസല്ലേ, ഇത് സിവിൽ മാറ്റർ അല്ലേ, എന്നെ എന്തിനാണ് ക്രിമിനൽ കേസ് ചാർത്തി കോടതിയിൽ ജയിലിൽ പിടിച്ചിടുന്നത്, എനിക്ക് ജാമ്യം തന്നോളൂ എന്ന നിലയിൽ പറയുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ കോടതി പറഞ്ഞാൽ അതോടെ നിൽക്കട്ടെ, തൽക്കാലം അകത്ത് കിടക്ക്, ഈ കേസുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം വരട്ടെ എന്നാണ് പറഞ്ഞത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ആനന്ദ് കുമാർ, ഇതിന്റെ ബുദ്ധി കേന്ദ്രം എക്സിക്യൂട്ട് ചെയ്ത ആൾ ആനന്ദകൃഷ്ണനാണെങ്കിൽ അതിന് പിന്നിൽ ഈ പറഞ്ഞ CSR എന്നൊരാശയം കൊണ്ടുവന്ന്, ഈ കോൺഫെഡറേഷൻ എന്നൊക്കെ കൊണ്ടുവന്ന് അതിനകത്തുകൂടി ആളുകളെ വിശ്വസിപ്പിച്ചൊക്കെ പോകുന്നൊരു സംവിധാനത്തിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രമായി നമ്മൾ കണ്ടത് ആനന്ദകുമാറാണ്. അപ്പോൾ ആനന്ദകുമാർ പ്രതിയായപ്പോൾ ജാമ്യാപേക്ഷയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മാനസ അല്ലേ, തിരുവനന്തപുരത്ത് നിന്ന് മാനസ എവിടെ? മാനസ, ഗുഡ് മോർണിംഗ് മാനസ. ഗുഡ് മോർണിംഗ് ശരത്. വിനിഷയുണ്ട്. ഗുഡ് മോർണിംഗ് വിനിഷ. മുഖത്തൊരു ഫ്ലാഷ്. ശരി, അപ്പം വിനിഷ തന്നെ ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ് പറയാൻ ഒന്ന് വൈകിയതിന്റെ ശിക്ഷയാണ്, പണിഷ്മെന്റ് ആണ് അല്ലേ? എങ്ങനെയുണ്ട് ഇന്നത്തെ ഈ കേസുകൾ? ഒരുപാട് കൂടി വരുന്നു. അത് കൂടുതൽ ഈ വർക്കല, മംഗലപുരം പ്രദേശങ്ങളിലാണോ പുതിയ പരാതികൾ വന്നിട്ടുള്ളത്? അതുപോലെ ഏത് കോടതിയാണ് ആനന്ദകുമാറിന്റെ ഈ പറഞ്ഞ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനായി നിൽക്കുന്നത്? എവിടെയാണ് ആ കേസ്? തീർച്ചയായും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ സംസ്ഥാനത്ത് എല്ലാ സ്റ്റേഷനുകളിലും പരാതികൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. തിരുവനന്തപുരത്താണെങ്കിൽ ആദ്യം പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതികൾ വന്നിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ വർക്കലയിലും മംഗലപുരത്തും ദിനംപ്രതി കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ള കണക്കാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ കഴക്കൂട്ടത്തും പരാതികൾ കൂടി വരുന്നു എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വരെ വർക്കലയിൽ 32 പരാതികളാണ് ലഭിച്ചത്. ഒപ്പം തന്നെ ഈ മംഗലപുരത്ത് 96 പേർ പരാതി നൽകി എന്ന കണക്കാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. ഈ പരാതികളിലൊക്കെയും പോലീസ് FIR ഇട്ട് കേസെടുത്തു എന്നും അറിയിക്കുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം സമാന തട്ടിപ്പ് തന്നെ, അതായത് പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അതേ രീതി തന്നെയാണ് ഈ വർക്കലയിലും കഴക്കൂട്ടത്തും ഒക്കെ ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. 60,000 62,000 രൂപ വാങ്ങിക്കുന്നു. പക്ഷേ അതിൽ റെസിപ്റ്റിലാകെ 56,000 കണക്ക് മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തയ്യൽ മെഷീനുകളും ലാപ്ടോപ്പുകളും തന്നെ ലഭ്യമാക്കുന്നു. പിന്നീടുള്ള രണ്ടാം ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സ്കൂട്ടർ പാതിവിലയ്ക്ക് നൽകുമെന്ന വാഗ്ദാനം നൽകുന്നത്. അത് കുറച്ചു പേർക്ക് നൽകി, അതായത് 5 6 പേർക്ക് നൽകി വിശ്വാസം നേടിയെടുക്കുന്നു. പിന്നീട് പൈസ അടക്കുന്ന ആളുകൾക്ക് ഒട്ടും തന്നെ, ബാക്കിയുള്ള ആളുകൾക്കൊന്നും തന്നെ ഈ സ്കൂട്ടർ നൽകാതെ പറ്റിക്കുന്ന ഒരു അവസ്ഥ. ഇത് തന്നെയാണ് പരാതിക്കാർ എല്ലാവരും തന്നെ പറയുന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, വർക്കലയിൽ ഈ കണക്കുകൾ മാത്രമല്ല ഇനിയും ഉണ്ട്. പക്ഷേ പരാതിപ്പെടാൻ ആളുകൾ മടിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒപ്പം തന്നെ ഇതിൽ വീണ്ടും രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക് ഉണ്ട് എന്ന അഭ്യൂഹങ്ങളൊക്കെയും തന്നെ വരുന്നുണ്ട്. മാത്രമല്ല ചിറയിൻകീഴിൽ ഇതുവരെയും തന്നെ പരാതി നൽകാൻ ആളുകൾ മടിച്ചിരുന്നു. എന്നാൽ ചിറയിൻകീഴ് പോലീസ് സ്റ്റേഷനിലും 2 പരാതികൾ ലഭിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ പരാതികളുടെ എണ്ണം സംസ്ഥാനത്ത് എല്ലാ സ്റ്റേഷനുകളിലും വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെയാണ് പ്രതി ആനന്ദകുമാർ, 2ാം പ്രതിയാണ്. ആനന്ദകുമാറിൻ്റെ ജാമ്യാപേക്ഷ ഇന്നലെയായിരുന്നു പരിഗണിക്കാൻ ആയി ഇരുന്നത്. പക്ഷേ ഇന്നലെ നിന്നും അത് 18ലേക്ക് കോടതി മാറ്റുകയാണ് ഉണ്ടായത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഏതായാലും 18-ാം തീയതി അപേക്ഷ പരിഗണിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ആനന്ദകുമാറിൻ്റെ പങ്ക് എത്രത്തോളമാണ് എന്നുള്ളത് കാര്യം ഒക്കെയും തന്നെ നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കിയതാണ്. അത് പോലീസിനും തന്നെ വ്യക്തമായതാണ്. പരാതിക്കാർ എല്ലാവരും തന്നെ ഒരുപോലെ ആനന്ദകുമാറിന്റെ പേര് എടുത്തു പറയുന്ന ഒരു സ്ഥിതി. ആനന്ദകുമാർ മാനസ പറഞ്ഞതുപോലെ പരാതിക്കാരാവട്ടെ അല്ലെങ്കിൽ ഇതിൽ മന്ത്രിമാരും മറ്റൊരു ഒക്കെ അല്ലാത്തവരും ജനപ്രതിനിധികളിൽ ഒരു വിഭാഗവും ഒക്കെ
ഒക്കെ ഈ ഇവരുടെ പരിപാടികളിൽ ചടങ്ങുകളിലേക്കൊക്കെ പോയതിലൊക്കെ ഒരു വിശ്വാസ്യത വരുത്തുന്നതിലേറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ളത് ആനന്ദകുമാർ തന്നെയാണ്. ഇതിൻ്റെ ഈ ഒരു വലിയ തട്ടിപ്പിൻ്റെ പിന്നിലെ ഒരു സൂത്രധാരനാണ്, വളരെ പ്രധാനപ്പെട്ട ആളാണ് എന്നുള്ള വിഷയം നിൽക്കുന്നു. അതൊക്കെ മനസ്സ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിയായിട്ടുള്ളത്. കേസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തൊക്കെ നിൽക്കുന്നു. അത് കോടതിയിൽ വരാൻ പോകുന്നു. കൂടുതൽ പരാതികളുണ്ട്. മനസ്സ് അക്കാര്യങ്ങളൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്ന് വളരെ വിശദമായി നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത്. ശരി മനസ്സ, ഇതിൽ ബഷീർ പറയുന്ന ഒരു അഭിപ്രായം വളരെ രസകരമായി തോന്നി. ഇനി പാതി തട്ടിപ്പ് എന്ന് പറയുന്നത് ഫുൾ തട്ടിപ്പാണെന്ന്. അത് സംഗതി ഫുൾ തട്ടിപ്പാണ്. പക്ഷേ ഇതിനകത്ത് ഈ ഓഫർ എന്ന് പറഞ്ഞൊരു സാധനം വാർത്ത ഇത് മനസ്സിലാകാൻ വേണ്ടി കൊടുക്കുന്നുള്ളൂ. ഇത് അടിമുടി തട്ടിപ്പാണ്. ബഷീർ പറഞ്ഞാൽ യാതൊരു സംശയമില്ല, ഫുൾ തട്ടിപ്പാണ്. ഇന്നലെ നിയമസഭയിൽ ശ്രദ്ധിച്ചു. അത് ഞാൻ പറയാൻ വഴിയായിരുന്നു. അസാധാരണമായ ഒരു സംഭവം നിയമസഭയിൽ വളരെ അസാധാരണമാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു സബ്മിഷൻ കൊണ്ടുവരുന്നു. അത് ഇതുമായി ബന്ധപ്പെട്ട് ഫുൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അത് അവതരിപ്പിക്കാതെ പ്രതിപക്ഷത്തിന്റെ ഒരു ഉത്തരവാദിത്വത്തിൽ പെട്ടതുകൂടിയാണത്. സംസ്ഥാനത്ത് വരുന്ന ഇത്തരം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയക്കാരാണ്. അത് സംസാരിക്കേണ്ട ജനപ്രതിനിധികൾ അത് കൊണ്ടുവരുന്നു. അത് അവതരിപ്പിക്കാതെ ഏത് രീതിയിലാണ് അവർക്ക് പണി മനസ്സിലായി. മുഖ്യമന്ത്രി അവസാനം പിന്നീട് ഇത് എങ്ങനെങ്കിലും ഇത് അവതരിപ്പിക്കാതെ പോകുന്നതായിരിക്കും ഉചിതം എന്ന നിലയിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് സഭയിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ ഇന്നലെ നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സബ്മിഷൻ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ പോലീസ് വകുപ്പ് കൂടി, ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്ന മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. പക്ഷേ മറുപടി ചെന്ന് കൊള്ളാൻ പോകുന്നത് രാഷ്ട്രീയമായി ചില ആഘാതമാകും. കാരണം മാത്യു കുഴൽനാടൻ്റെ പേരും ഡീൻ കുര്യാക്കോസിൻ്റെ പേരും അതുപോലെ ഫ്രാൻസിസ് ജോർജ് എംപിയുടെ പേരുമൊക്കെ പോലീസിന് ഈ പ്രതി കൊടുത്ത മൊഴികളിലുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് പണം തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ടും അല്ലാതെയും ഒക്കെ പണം കൊടുത്തു എന്ന് പറയുന്നു. മാത്യു കുഴൽനാടനാണ് വാർത്താ സമ്മേളനം നടത്തി നിങ്ങൾ തെളിയിക്കൂ എന്ന നിലയിലൊക്കെ ഒരു മറുപടി പറയാൻ ശ്രമിച്ചു. പക്ഷേ അത് കുഴൽനാടൻ അടക്കം ആ സഭയിൽ ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. നജീബ് കാന്തപുരം വിട്ടുപോകാൻ പാടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മാത്യു കുഴൽനാടൻ ഇത്തരം സുവർണാവസരങ്ങൾ കിട്ടിയാൽ അതുമായി സഭയിൽ പായുന്നയാളാണ്. പക്ഷെ മാത്യു കുഴൽനാടൻ അടക്കം നിശബ്ദത പാലിച്ചുകൊണ്ട് സഭ ഇന്നലെ വളരെ നിശബ്ദമായി. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആക്ഷേപങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ അത് സഭയ്ക്കകത്ത് എന്തുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സഭയ്ക്കകത്ത് പറയാതിരുന്നത് എന്ന ചോദ്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ആ സബ്മിഷൻ പ്രസ് ചെയ്യാതിരുന്നത്? ഇത് കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം രൂപപ്പെടുന്നതിനെ എന്തുകൊണ്ട് ഭയന്നു? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ രാഷ്ട്രീയമായി ഇന്നലെ ഒരു ദിവസം നമ്മുടെ മുമ്പിലേക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ സഭാ സമ്മേളന കാലയളവിലൊക്കെ പ്രതിപക്ഷം എടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഏത് വിഷയത്തിലാണെങ്കിലും അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നാൽ പറയുകയാണെങ്കിലും ഈ CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അവർ അടിയന്തര പ്രമേയ നോട്ടീസ് പിൻവലിച്ചോടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അത്തരത്തിൽ ഏത് വിഷയം കൊണ്ടുവന്നാലും ഈ സഭയുടെ സമ്മേളന കാലാവധിയുടെ സമയം അവസാനിക്കും മുമ്പ് തന്നെ സഭ വിടുക എന്നുള്ളൊരു നിരുത്തരവാദമായ നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തുന്നു എന്നുള്ളതിന്റെ കൂടുതൽ തെളിവുകൾ ഇന്നലെ സഭയിൽ നിന്ന് വീണ്ടും കാണിച്ചിരിക്കുകയാണ് VD സതീശനും കൂട്ടരും.